ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ, ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, LIC എംപ്ലോയീസ് യൂണിയൻ എന്നീ സംഘടനകളുടെ സംയുക്ത ജില്ലാ കൺവെൻഷൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. AITUC ജില്ലാ സെക്രട്ടറി KT ജോസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മനോജ് കുവേരി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അമൽ രവി, CP സൗന്ദർരാജ്, K ബാഹുലയൻ, വിമൽ രഘുത്തമൻ, TR രാജൻ, PM ശ്രീരാഗ് തുടങ്ങിയവർ സംസാരിച്ചു. ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ പ്രൈവറ്റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്മാർട്ട് മീറ്റർ വെക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ച കേരളത്തിൽ ഉൾപ്പെടെ നടന്നത്. നമ്മുടെ ഇപ്പോഴുള്ള ഡിജിറ്റൽ മീറ്റർ മാറ്റിയിട്ട് സ്മാർട്ട് മീറ്റർ വെക്കുക. സ്മാർട്ട് മീറ്റർ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ തരാം? നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെ KSB റീചാർജ് ചെയ്തു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. 2 മാസം കൂടുമ്പോൾ ഒരാൾ ബില്ലെടുക്കാൻ വരും. ഒരു തൊഴിലാളിയാണ്, അവൻ വരും, മീറ്ററിന്റെ റീഡിങ് നോക്കും, ബില്ല് കാൽക്കുലേറ്റ് ചെയ്തു, മറ്റേ പ്രിന്റ് മെഷീനകത്ത് പ്രിന്റ് എടുത്തിട്ട് വീട്ടുകാർക്ക് തന്നിട്ട് പോകും. നമ്മളെങ്ങനെയെങ്കിലും ഇത് അടക്കും. സ്മാർട്ട് മീറ്റർ വരുമ്പോൾ ഇത് പ്രീപെയ്ഡ് പരിപാടിയാണ്. നിങ്ങൾ 500 രൂപക്ക് അങ്ങ് റീചാർജ് ചെയ്തിട്ടോ, 500 രൂപയുടെ കറണ്ട് തീരാറാകുമ്പോഴേക്കും അത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, അടുത്ത 500 രൂപയുടെ റീചാർജ് ചെയ്താൽ മതി. സാങ്കേതിക വിദ്യ ഗംഭീര. പക്ഷെ എന്താ, തൊഴിലാളിയില്ല, ട്രേഡില്ല, തൊഴിലില്ല. ഇനി ഇത് മാത്രമല്ല ഇതിന്റെ അപകടം. നോക്കൂ, ഈ ഇലക്ട്രിസിറ്റി മേഖലയിൽ ക്രോസ് സബ്സിഡി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പൊ കുറഞ്ഞ യൂണിറ്റ് ഉപയോഗിക്കുന്നവൻ ചെറിയ പൈസ കൊടുത്താൽ മതി. 200 യൂണിറ്റ് ഉപയോഗിക്കുന്നവന് കാര്യമായിട്ടുള്ള കറണ്ട് ബില്ല് വരില്ല. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ.